നമസ്കാരം. ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ തൃശ്ശൂരിൽ നിന്നും വന്ന ഒരു സംഘത്തോടൊപ്പമാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഇത്രയും ദൂരം തൃശ്ശൂരിൽ നിന്നും ഇവിടെ പുതുപ്പള്ളിയിലെത്തി പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിനെ കാണുവാൻ എന്തുകൊണ്ടാണ് ഇവർ എത്തിയത് എന്ന് നമുക്ക് ഇവരിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. പ്രത്യേകിച്ച് വളരെയധികം ദൂരം യാത്ര ചെയ്താണ് സ്ത്രീകളും ഒക്കെ അടങ്ങിയൊരു സംഘത്തോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് ഇതിന് പ്രേരിപ്പിച്ചൊരു ചേതവികാരം? ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണവാർത്ത അറിഞ്ഞത് ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഞങ്ങൾക്ക് അടുത്തേക്ക് പോലും എത്താൻ പറ്റിയില്ല. ദൂരെ നിന്നാണ് കാണാൻ പറ്റിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ കബറിടം ഒന്ന് വന്ന് സന്ദർശിക്കണം, പ്രാർത്ഥിക്കണം, മെഴുതിരി കത്തിക്കണം എന്ന് ഞങ്ങൾക്ക് വളരെ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോലഴിയിൽ നിന്നാണ് വരുന്നത്. കോലഴി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കോലഴി എന്ന് പറയുന്ന പഞ്ചായത്ത് ഞങ്ങൾ വരുന്നത്. ഞാൻ അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഇപ്പോൾ UDFൻ്റെ ചെയർമാനാണ്. ഇതൊക്കെ നേതാക്കന്മാരാണ്. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഇന്നിവിടെ സഫലീകരിക്കപ്പെട്ടു. വളരെ സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു ജനപ്രവാഹം, ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇത്രത്തോളൊരു ജനപ്രവാഹമാണ് ഇവിടെ വരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിലേ, ഉമ്മൻചാണ്ടി സാറ് അവസാന മുഖ്യമന്ത്രിയായിരുന്ന 2011 തൊട്ട് 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു ആവശ്യത്തിന് ഞാനന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആണ് ഫോൺ എടുത്ത്, ജോർജ് എന്ന് പറഞ്ഞിട്ടൊരു സാറ് ഫോൺ എടുത്ത്. അപ്പോൾ ആൾ പറഞ്ഞു, സാർ ഒരു മീറ്റിങ്ങിലാണ്, കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ പോലെ അതിശയിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സാറ് എൻ്റെ ഫോണിലേക്ക് തിരിച്ച് വിളിക്കുക. എന്നിട്ട് സാറ് ചോദിച്ചു, എന്താ സോബിയ പ്രശ്നമെന്ന്. അപ്പോൾ ഞാനാകെ അന്താളിച്ച് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇന്നേ പോലെ ഒരു റേഷൻ കാർഡില്ലാത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, ഞാൻ കേച്ചേരിയിൽ വരുന്നുണ്ട്, അപ്പോൾ എന്നെ അവിടെ വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ പോയി കണ്ടു. സാറ് ഒരു നിമിഷം കൊണ്ട് ആ റേഷൻ കാർഡ് ആ കുട്ടികൾക്ക് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അത്രയും പോകുന്നൊരു സംഭവം ഉണ്ടായിപ്പോൾ നമുക്ക് തന്നെ അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുള്ള ആൾക്കാരായി കേരളത്തിൽ മുഴുവനുള്ളത്. അതാണ് ഉമ്മൻചാണ്ടി സാറിനെ അന്ന് ആ തിരക്കിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റാത്ത കാരണം ഇപ്പോൾ ഒന്ന് കണ്ട് സാറിനോട് ശരിക്കും സംസാരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ? അദ്ദേഹത്തിൻ്റെ ഭരണകാലം വളരെയധികം നമ്മൾ സന്തോഷത്തോടു കൂടി ഓർക്കണതാണ്. 5 വർഷക്കാലം അദ്ദേഹം നടത്തിയിട്ടുള്ള ജനസമ്പർക്ക പരിപാടി തന്നെ മതി നമുക്ക് ഏറ്റവും വളരെ മനോഹരമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ നല്ലൊരു പിക്ചറാണ്. അപ്പോൾ കേരള ജനത തന്നെ അദ്ദേഹത്തിന് നെഞ്ചിലേറ്റിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതിൻ്റെ ഒരു ഓർമ്മ സൂചകമായിട്ട് നമ്മൾ ഇന്ന് വന്ന് അദ്ദേഹത്തെ ഒന്നുകൂടെ കണ്ട് കബറടക്കം കണ്ട് തിരികെത്തിച്ച് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് വന്നത്. ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പം ചാണ്ടി ഉമ്മൻ ഇവിടെ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. യാതൊരു തർക്കമില്ല. ദൈവം അനുഗ്രഹിക്കും. അതുപോലെ എൻ്റെ മകനെ സാറിനോട് പറഞ്ഞപ്പോൾ കോളേജിൽ സീറ്റ് മേടിച്ച് മാർക്ക് കുറവുണ്ടെങ്കിലും അത് സീറ്റ് മേടിച്ച് തരാനും ഞങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കാനും സാറിന് പറഞ്ഞിട്ട് സാധിച്ചു. ഇപ്പോൾ മകൻ ഗൾഫിലാണ്. ജനസമ്പർക്ക പരിപാടികളിൽ കൂടി ഒട്ടനവധി പേരുകൾക്ക് ചികിത്സാ ധനസഹായങ്ങളും ഒത്തിരി ജനപ്രവാഹം ഉണ്ടായാലും ഞങ്ങളെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഞങ്ങളെ എല്ലാം കൊണ്ടും സമർപ്പിച്ചിട്ട് പോന്നിട്ടുള്ളൊരു സാറാണ് അങ്ങനെ. അപ്പം ഞാൻ CMPയിൽ CP ജോണിൻ്റെ ഇപ്പോൾ മഹിളാ പ്രസിഡൻ്റാണ് ഇപ്പം ഞാൻ. അപ്പം അന്ന് തൊട്ട് ഞങ്ങൾക്കുള്ള കാഴ്ചപ്പാടും വിഷമങ്ങളും ഇന്നിപ്പോൾ വേർപിരിഞ്ഞ് പോയ എൻ്റെ വേദന വിട്ടുമാറിയിട്ടില്ല ഞങ്ങൾക്ക്. അത്രയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് മെഴുതിരി കത്തിക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നിന്നും ഉമ്മൻചാണ്ടിയെ കാണുവാൻ, ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ എത്തിയ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ഒരു പറ്റം മനുഷ്യരോടൊപ്പമാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഈ ഒരു ദൂര യാത്ര ചെയ്ത് പുതുപ്പള്ളിയിൽ, പാലക്കാട് നിന്നും പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ എന്തുകൊണ്ട് ഇവർ എത്തി എന്നൊരു കാര്യം നമുക്ക് ഇവരിൽ നിന്ന് ചോദിച്ചറിയാം. പാലക്കാട് നിന്നാണ് വരുന്നത്, പ്രത്യേകിച്ച് ചിറ്റൂരിൽ നിന്ന്. ഈ ഒരു വെയിലത്ത് ഇവിടെ വരുന്നു, ഉമ്മൻചാണ്ടി സാറിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. എന്തായിരുന്നു അതിനെ പ്രേരിപ്പിച്ചൊരു ചേതവുകാരൻ? അല്ല, ഉമ്മൻചാണ്ടി സാറ് നാട്ടിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഉമ്മൻചാണ്ടി സാറെ ഒന്ന് കാണണം പറഞ്ഞിട്ട് വന്നതാണ്. സാറുടെ സമാധി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ മൂപ്പര് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടി സാർ വന്നു. ഞങ്ങളുടെ ഓഡിറ്റോറിയം ഒക്കെ ഉമ്മൻചാണ്ടി സാറാണ് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുണ്ടാകുന്ന കാലത്ത്. അങ്ങനത്തെ നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഒന്ന് കാണണം പറഞ്ഞ് കുറേ ദിവസമായി
വന്നു 250 കിലോമീറ്ററാണ് ചിറ്റൂരിൽ നിന്ന് ഇവിടേക്ക്, അല്ലേ? 250 കിലോമീറ്റർ. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. വന്നതാണ്, അതിനു വേണ്ടി വന്നതാണ്. കുറേ ദിവസമായി വരണം വിചാരിച്ചു, ഇന്ന് സമയം കിട്ടിയപ്പോൾ അങ്ങനെ വന്നു. സാറിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളൊന്നും പങ്കുവയ്ക്കുമോ? അത് സാറ് ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഞങ്ങളും സാറെ കാണാൻ വേണ്ടി വന്നത്. വ്യക്തിപരമായിട്ട് സാറിനെ കാണാനോ ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. ചിറ്റൂർ മിനി സിവിൽ സ്റ്റേഷനൊക്കെ ഉദ്ഘാടനത്തിന് സാറായിരുന്നു അത് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി ഒരു മരിക്കാത്ത ഓർമ്മകളാണെന്നതിൻ്റെ ഒരു സൂചന തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടുന്നൊരു? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറിന് ആൾക്കാരുടെ മനസ്സിൽ എന്നും ഉണ്ടാവും, എന്നും മരിച്ചാലും മരിക്കാത്ത ആ ഓർമ്മകളോടെ എന്നും ഉണ്ടാവും ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ ഇത്ര ദൂരത്തുനിന്ന് ഒന്ന് കാണാൻ വേണ്ടിയിട്ടും അവരുടെ അത് കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നതാണ്. പാർട്ടി ഭേദമന്യേ വിവിധ പാർട്ടികളെ സ്നേഹിക്കുന്നവരിൽ നിന്നൊക്കെ ജനങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കും? ഒരു ഉമ്മൻചാണ്ടി എന്ന മനുഷ്യ സ്നേഹിയുടെ ഒരു വിജയം തന്നെയല്ലേ അത്? തീർച്ചയായിട്ടും ഇത് പാർട്ടി ബേസ് ആയിട്ടല്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ സാറിൻ്റെ പേഴ്സണാലിറ്റിയും അതുകൊണ്ട് മാത്രം ഞങ്ങൾ വന്നു. ഞങ്ങളൊരു പാർട്ടി ബേസ് ആയിട്ട് വന്നതല്ല. പുള്ളി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സാറിൻ്റെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി വന്നിരിക്കുക. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, പുതുപ്പള്ളിയുടെ പ്രിയ കുഞ്ഞുഞ്ഞ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമ്മൻചാണ്ടിയുടെ കബറിടമാണ് പുറകിൽ കാണുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് ജനപ്രവാഹമാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിക്കുവാൻ, മരണശേഷവും അദ്ദേഹത്തിന് നിവേദനങ്ങൾ സമർപ്പിക്കുവാൻ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഇവിടെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്നത്. വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് ഈ കല്ലറയിൽ ഇവിടെ വരുന്ന ജനങ്ങളുടെ മുഖഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ കാട്ടാക്കടയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും വന്ന വിജേഷ് VR ഷെക്കന ന്യൂസ് സംഘം ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ സമർപ്പിച്ച ഒരു നിവേദനമുണ്ട്. അതിപ്രകാരമാണ് പറയുന്നത്: മനുഷ്യസ്നേഹിയായ കുഞ്ഞുഞ്ഞെ, അങ്ങേക്ക് മരണമില്ല. ജനനായക, ലോകജനതയുടെ മനസ്സിൽ ഇന്നും അങ്ങ് ജീവിക്കുന്നു. എനിക്ക് അങ്ങിൽ നിന്നും ഒരു സഹായവും കിട്ടിയിട്ടില്ല, എങ്കിലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ മരണം വരെ ഓർമ്മിക്കും. പലതവണ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ കാഴ്ച എനിക്ക് കാണാൻ കഴിയില്ല. അങ്ങ് ഇന്നും ജനങ്ങളിലൂടെ ജീവിക്കും. തിരുവനന്തപുരത്തു നിന്നുള്ള വിജേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. വിജേഷ്, അങ്ങ് ഈ ഒരു ലെറ്ററിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാർ അങ്ങേക്ക് പ്രത്യേക സഹായങ്ങളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ വളരെ വികാര നിർഭരമായ ഒരു കണ്ണീരോടുകൂടി തന്നെയാണ് അങ്ങ് ഈ അദ്ദേഹത്തിൻ്റെ മരണശേഷം 23ാമത്തെ ദിനത്തിൽ ഈ കബറിടത്തിലേക്ക് എത്തുന്നത്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള, കുഞ്ഞുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മകളൊന്നും പങ്കുവയ്ക്കാം. ഞാൻ തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നാണ് വരുന്നത്. റെയിൽവേ ജീവനക്കാരനാണ്. അപ്പോൾ ഒരിക്കൽ അവിടെ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ പ്ലാറ്റ്ഫോമിൽ വെച്ച് സാറിനെ കണ്ടു, ഒന്ന് സംസാരിച്ചു, ഒരു ഫോട്ടോയൊക്കെ എടുത്തിരുന്നു. അതിന് മുന്നേ എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച നാളെ പോലെ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മരണം ഇപ്പോൾ ഒരു വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ഇനിയും ഇത്ര പെട്ടെന്ന് ഈ ലോകത്ത് നമ്മളെ ഒന്ന് വിട്ടുമാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്തായാലും ഒരു വലിയ നഷ്ടമായി പോയി. കേരള ജനതയുടെ എല്ലാവർക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വേർപാട്. ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിലാണോ, അല്ലെങ്കിൽ ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലാണോ ഉമ്മൻചാണ്ടിയെ താങ്കൾ ഓർക്കുന്നത്? അല്ല, ഒരു മനുഷ്യസ്നേഹിയാണ്. കോൺഗ്രസ്സുകാരൻ ഒരു രാഷ്ട്രീയ നേതാവെന്നല്ല, ഒരു മനുഷ്യസ്നേഹിയായിട്ട്. അത് നമ്മളിപ്പോൾ ആരോട് സംസാരിച്ചാലും, ഏത് ഒരു പാർട്ടിയിലോ ഏത് മതത്തിലോ വിശ്വസിക്കുന്നവരായാലും ഒരു മനുഷ്യസ്നേഹിയായിട്ടേ പറയുള്ളൂ. ഒരു ഇതായിട്ട് ഇതിലോ ദേഷ്യത്തിലോ ഒന്നും ആരുമായിട്ട് സംസാരിക്കുന്നത്, ഒരു ദേഷ്യഭാവത്തോട് മുഖമായിട്ട് ഒരു മാധ്യമത്തിലോ ഇതിലോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള രീതിയിലോ കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് അങ്ങേക്ക് ഇപ്പം ഉമ്മൻചാണ്ടി കേരളത്തിലെ ഒത്തിരി പേർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പലരുടെയും ജോലി ശരിയാക്കിയിട്ടുണ്ട്, പലർക്ക് സാമ്പത്തിക സംബന്ധമായ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങേക്ക് വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സഹായങ്ങളൊന്നും ഉമ്മൻചാണ്ടി സാർ ചെയ്തിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കബറിടത്തിലെത്തി ഇത്രത്തോളം ഒരു കണ്ണീരോടുകൂടി തന്നെ ഈ കബറിടത്തിലേക്ക് എത്താനുള്ള കാര്യം? ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം കണ്ടപ്പോൾ എനിക്ക് ആ ഒരു വിശ്വാസം, അയാൾ ഇത്രയും ഒരു സഹായം അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഓരോ ജനങ്ങളുടെ ഓരോ കത്തുകളും അതും ഇതും എല്ലാം കണ്ടപ്പോഴാണ്
ഒരു പരസ്യം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പരസ്യം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു കാര്യത്തിനും ആര് സഹായം ചെയ്തതിനും പറഞ്ഞു നടക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ മരണശേഷം ഇങ്ങനെ ഒരുപാട് പേരെ സഹായിച്ചു എന്നുള്ള കത്തുകളും വാർത്തകളും കാണുമ്പോൾ മനസ്സ് വല്ലാത്ത വിഷമമായിപ്പോയി. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് വേറെ ഒരു സഹായം ചെയ്തുള്ള ആ ഒരു ഇതുകൊണ്ടല്ല, മറ്റുള്ളവരുടെ സ്നേഹം കണ്ടപ്പോൾ ആ ഒരു സ്നേഹം അത് അത്രത്തോളം എല്ലാവർക്കും അത് ഒരു സങ്കടമായി ഉള്ള ഇതായതുകൊണ്ടാണ്. ഉമ്മൻചാണ്ടി സാറിനെ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നു? കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ രാഷ്ട്രീയ പൊതുയോഗങ്ങളിലും അല്ലാതെ നേരിട്ട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഈ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ഉമ്മൻചാണ്ടി ഇനി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന്? ഒരിക്കലും ഉണ്ടാവില്ല. ഇനി ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഇനി അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ സാറിന് അതുപോലെയെങ്കിലും എത്തിയില്ലെങ്കിലും ആ ഒരു അനുകരിക്കാനുള്ള ഒരു ഇതെങ്കിലും ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ട്രിവാൻഡ്രത്ത് നിന്ന് ഇത്രയും ദൂരം ഇവിടെ എത്തിയത് ഉമ്മൻചാണ്ടി സാറിനോടുള്ളൊരു സ്നേഹം അല്ലേ, അവരൊറ്റ കാരണം? അതുകൊണ്ട് തന്നെയാണ്. അന്ന് എനിക്ക് നേരിട്ട് അന്ന് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിന് ശേഷം ഒരു ദിവസം വരണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇന്നത് ആ ഒരു ആഗ്രഹം സഫലമായത്.